ഹായ്, നമസ്കാരം. നമ്മൾ ഈ വർഷം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച് നമ്മൾ കാത്തിരുന്ന ഉത്സവം ആരംഭിക്കാൻ പോവുകയാണ്. ഞാനിപ്പം നിൽക്കുന്നത് പരവൂര് കുറ്റിങ്ങൽ ദേവീ ക്ഷേത്രത്തിലാണ്. നമ്മുടെ എല്ലാവരെയും മനസ്സിൽ മീനഭരണിയാണ് നമ്മുടെ ഒരു ഓർമ്മ. കുട്ടിക്കാലം തൊട്ടേ ഒരു ഭയങ്കര ഉത്സവം എന്ന് പറയുന്നത് മീനഭരണി പരവൂര് കുറ്റിങ്ങൽ. അപ്പോൾ അവിടുത്തെ ഉത്സവ ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. കുരിശിയൊക്കെ കഴിഞ്ഞ് ഉത്സവത്തിനായിട്ട് ക്ഷേത്രം ഇന്ന് തുറന്നിട്ടുണ്ട്. കൊടിയേറുന്നത് തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ച പൊങ്കാലയോടുകൂടി കൊടിയേറുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇന്നേ ഇവിടെ ഉത്സവ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ആ കാഴ്ചകളും എല്ലാം കാണാം. കണ്ടില്ലേ, പൊങ്കാലയ്ക്ക് അടുപ്പുകളൊക്കെ ഇപ്പോഴേ പിടിച്ചു തുടങ്ങിയ ആൾക്കാർ. നമ്മുടെ കുറ്റിങ്ങൽ ക്ഷേത്രമാണ്. പൊങ്കാല തിങ്കളാഴ്ചയാണ്. ഇന്നിപ്പോൾ ശനിയാഴ്ച രാത്രി ആയതേ ഉള്ളൂ. പൊങ്കാലക്കരങ്ങളൊക്കെ ചെയ്യാനായിട്ട് അടുപ്പുകൾ കൂട്ടി തുടങ്ങി ഓരോ സ്ഥലത്തും. കണ്ടില്ലേ, ഉത്സവത്തിന്റെ ഒരുക്കങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുത്തെ ലൈറ്റിങ്സും കാര്യങ്ങളും എല്ലാം ഏറെക്കുറെ പൂർത്തിയായി. നട തുറക്കുന്ന ദിവസമായതുകൊണ്ട് തന്നെ നടേശ്വരിയുടെ ഡാൻസ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് അടിപൊളി ഒരു ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടു നോക്കും. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഒരു വെറൈറ്റി കാഴ്ച. ദേവി ഭദ്രകാളി രൂപമെടുത്ത് ഇങ്ങനെ വധിക്കുന്ന ആ ഒരു ടീമാണ്. അടിപൊളി ഒരു പെർഫോമൻസും കഴിഞ്ഞ് ഇവര് നിൽക്കുവാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. എത്ര നാളെടുത്ത്? ഒരു 2-3 ആഴ്ച എടുത്തോളൂ പഠിക്കാനായിട്ട്. നമ്മുടെ നടേശ്വരിയുടെ ടീച്ചറാണ് സായുജ്യ. അപ്പൊ നമ്മുടെ വിറ്റിങ്ങൽ ഉത്സവമായിട്ട് എന്തോ പറയുന്നു? ഉത്സവമൊക്കെ തകർക്കല്ലേ. നമ്മള് 16-ാം തീയതി കൊടിയേറുവാണെങ്കിലും ഇന്ന് നാളെയായിട്ടൊക്കെ പരിപാടിയുണ്ട്. ഫുൾ വൈബാണ്. ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ നമ്മൾ അടിച്ചു പൊളിക്കല്ലേ? പിന്നെ അടിച്ചു പൊളിക്കുക, ഒന്നും നോക്കണ്ട. എന്ത് പറയുന്നു? സന്തോഷം. എല്ലാം ചെയ്യാൻ പറ്റണത് ദൈവത്തിന്റെ ടീച്ചറിന്റെയും കഴിവ്. അപ്പൊ ഇവിടെ എല്ലാ സ്ഥലം തൃശ്ശൂരല്ലേ? ആണ്, തൃശ്ശൂര്. നമ്മുടെ നാട്ടിലെ ഉത്സവം ആദ്യമായിട്ട് കാണുമല്ലേ? ആദ്യമായിട്ടില്ല, ഞാനിപ്പോ 2-3 കൊല്ലമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പൊ എല്ലാ കൊല്ലം വരാൻ ശ്രമിക്കാറുണ്ട്. ഇക്കൊല്ലം എല്ലാത്തിനും വരാൻ പറ്റട്ടെ എന്ന് മകളെ ചേർക്കാനാണ് നീ ഇത് വന്നത്, സത്യം പറഞ്ഞ. പിന്നെ അതിനുശേഷമാണ് പുള്ളിക്കാരത്തേക്ക് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടെ വന്നത്. ഇപ്പൊ അത് ഇവിടം വരെ. ഏതായാലും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. നമ്മുടെ വിറ്റിങ്ങൽ ഉത്സവമൊക്കെ എങ്ങനെ, വൈബല്ലേ? ആണ്, വൈബാണ്. 6 ദിവസവും ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള പ്രോഗ്രാംസ് കാണാൻ പറ്റാറുണ്ട്. അതുപോലെ എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഉത്സവ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വരും കാഴ്ചകൾ പുറകെ വരുന്നുണ്ട്. അപ്പം സ്റ്റേ ട്യൂൺ ചൂണ്ട ക്രിയേഷൻസ്. ഇറ്റ്സ് മീ സുകേഷ് സുകുമാരൻ സൈനിങ് ഓഫ്.